യാത്രകൾ പ്രിയപ്പെട്ടതാകുന്നത് കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ, പോകുന്ന റൂട്ട് എന്നിവയൊക്കെ ആശ്രയിച്ചാണ്. ഇന്നത്തെ യാത്ര എനിക്ക് ഏറെ പ്രത്യേകതയുള്ളതാണ്. കാരണം എപ്പോഴും പോകണമെന്ന് കരുതിയാൽ നമുക്ക് പോകാൻ കഴിയാത്തൊരിടത്തേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. കൂടാതെ എൻ്റെ കൂടെ പ്രിയപ്പെട്ട രണ്ടുപേരും കൂടി ഈ യാത്രയിലുണ്ട്. പ്രകൃതിയുടെ വാതിൽ ഒരു ദിവസത്തേക്ക് മാത്രമായി നമുക്ക് മുന്നിൽ തുറന്നിരുന്ന ഒരു വിസ്മയ ലോകം. വിശ്വാസവും പ്രകൃതിയും എല്ലാം കൂടിച്ചേരുന്ന കേരളത്തിൻ്റെ സ്വന്തം മംഗളാദേവി ടെമ്പിൾ, അല്ലെങ്കിൽ തമിഴരുടെ കണ്ണകി ക്ഷേത്രം. പെരിയാർ കടുവാ സങ്കേതത്തിൻ്റെ 15 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്, കേരള തമിഴ്നാട് ബോർഡറിലായിട്ട്. സാഹസികമായിട്ടുള്ള ഒരു ജീപ്പ് യാത്ര, അല്ലെങ്കിൽ കാൽനടയായിട്ട് വേണം നമുക്ക് അവിടത്തേക്ക് നടന്നു പോകാൻ. കാടിൻ്റെ വിവിധ ഭാവങ്ങൾ കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര അടിപൊളിയാണ്. ഏകദേശം 600-ലധികം വാഹനങ്ങളാണ് ഈ ഒരു ദിവസത്തേക്ക് കണ്ണകി ക്ഷേത്രത്തിലേക്കായിട്ട് മാത്രം പോകുന്നത്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ചിത്ര പൗർണമി ദിവസം മാത്രമേ ഈ ക്ഷേത്രം തുറന്നു കൊടുക്കുകയുള്ളൂ. 9ാമത്തെ സെഞ്ചുറിയിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചതായിട്ടാണ് രേഖകൾ പറയുന്നത്. കണ്ണകിയുടെ ഐതിഹ്യമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. മുഴുവനായും കരിങ്കല്ലിൽ നിർമ്മിച്ച ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും ജീർണിച്ചു പോയിട്ടുണ്ടെങ്കിലും കാണാൻ ഒത്തിരി ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് കാടിൻ്റെ നടുക്ക് അങ്ങനെ തലയുയർത്തി നിൽക്കുന്ന ഒരു ക്ഷേത്രം ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഒത്തിരി ഇഷ്ടം തോന്നും. തമിഴ്നാട് കേരള ഗവൺമെൻറ്റുകൾ ഒരുമിച്ചാണ് ഈ ഒരു ദിവസത്തെ പൂജയായാലും ക്ഷേത്രം തുറന്നു കൊടുക്കുന്ന കാര്യങ്ങളായാലും ഒക്കെയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് തമിഴ് കേരള പോലീസുകളൊക്കെ കാണാൻ സാധിക്കും. മാത്രമല്ല ഈ ഒരു ക്ഷേത്രത്തിൽ 2 തരത്തിലുള്ള പൂജകൾ, തമിഴ്നാടിൻ്റെ രീതിയിലുള്ള പൂജകളും കേരളത്തിൻ്റെ രീതിയിലുള്ള പൂജകളും ഇവിടെ ഈ ഒരു ദിവസത്തിൽ നടന്നു വരുന്നുണ്ട്. ഈ ക്ഷേത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണെന്നുള്ളത്. അതിനുള്ള ബാക്കി വെപ്പുകളൊക്കെ അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ ക്യാമറ ലെൻസിൽ ഞാൻ സൂം ചെയ്തെടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. ഒരു നിരയായിട്ടുള്ള കാട്ടുപോത്തുകളാണ്. അവരവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യുകയാണ്. മൊത്തത്തിൽ വനമായാലും ഡിവൈനായാലും അങ്ങനെ ഒത്തിരി രസകരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു കണ്ണകി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര. ഈ ഒരു ഓഫ് റോഡ് യാത്ര വൺസ് ഇൻ എ ലൈഫ്, ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഒത്തിരി ഇഷ്ടപ്പെടുവാണ്.